ഹലോ, സോറി, കേക്കാവോ? അത്രയും എല്ലാരും ഒന്ന് മ്യൂട്ട് ആക്കിയ സൗണ്ട്. ഓക്കെ. അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്ത് വേണം നിങ്ങൾ, അത്രയും സീരിയസ്നെസ് കൊടുത്ത് വേണം നിങ്ങൾ ഇതിലോട്ട് നിൽക്കാൻ വേണ്ടിയിട്ട്. വെറുതെ എന്താണ് വീട്ടിലെ സമയം കളയാനോ സ്വന്തം സമയം വെറുതെ കളയാനോ വേണ്ടിയിട്ട് ആരും ദയവ് ചെയ്ത് ഇതിലോട്ട് നിൽക്കരുത്. എന്തെങ്കിലും നിങ്ങളെ കൊണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ഇൻട്രസ്റ്റ് ഇല്ല എന്ന് തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പം നിർത്തിക്കൊള്ളണം കേട്ടോ. വെറുതെ ഇവിടെ നിന്ന് സമയം കളയുകയും ചെയ്യരുത്. ഇവിടെ നിന്നാ നിങ്ങൾ ഒരു റിസൾട്ടും കൊണ്ട് മാത്രമേ എന്ത് ചെയ്യാവൂ, സ്റ്റോപ്പ് ആക്കാവൂ. ഓക്കെ, നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നാമമാണ് പഠിച്ചുകൊണ്ടിരുന്നത് അല്ലേ? നാമം അല്ലെ? നമ്മള് ഗ്രാമർ പോർഷനിൽ നമ്മൾ നാമമാണ്, വർണ്ണങ്ങളും അക്ഷരങ്ങളും പഠിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മള് നാമം എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അത് നമ്മൾ തീർന്നോ? നാമം കഴിഞ്ഞിട്ടില്ല അല്ലെ? തീർന്നിട്ടില്ല. നമ്മള് ഒരു പോർഷൻ, കുറച്ച് ആ നാമത്തിന്റെ ഒരു ഭാഗം മാത്രമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കംപ്ലീറ്റ് ചെയ്തത്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ച കാര്യം ജസ്റ്റ് ഒന്നും കൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരും. സൗണ്ട് ക്ലിയർ അല്ല, ബ്രേക്ക് ആവുന്നുണ്ടോ? ഒരു സെക്കൻഡ്, ഞാനൊന്ന് മാറിയിരുന്നു നോക്കട്ടെ. ഇപ്പൊ സൗണ്ട് ക്ലിയർ ആണോ? ഓക്കെ. നാമം നോക്ക്, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചത് വേഗം ഒന്ന് പറഞ്ഞു പോവും. ജസ്റ്റ് ഒന്ന് ഓട്ടിച്ച് പറഞ്ഞിട്ട് നമുക്ക് ഇന്ന് പഠിക്കാനുള്ളതിലോട്ട് കയറാം. ഓക്കെ, അപ്പോ ഒരു വ്യക്തിയുടെയോ സ്ഥലത്തിന്റെയോ വസ്തുവിന്റെയോ പേരായ ശബ്ദത്തെ നാമം എന്ന് പറയുന്നു. ഒരു വ്യക്തിയുടെയോ സ്ഥലത്തിന്റെയോ വസ്തുവിന്റെയോ പേരായ ശബ്ദമാണ് നാമം. ഇപ്പൊ നിങ്ങൾ ആരും ഒന്നും ടൈപ്പ് ചെയ്യണ്ട, നിങ്ങൾ ഒന്നും ടൈപ്പ് ചെയ്യണ്ട. ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിച്ച് ഒരു തവണ കേട്ടിരിക്കുക. ഓക്കെ, ആരും ഒന്നും ടൈപ്പ് ചെയ്യണ്ട. നാമത്തെ പ്രധാനമായി 4ആയി തിരിച്ചിരിക്കുന്നു: ദ്രവ്യനാമം, ക്രിയാനാമം, ഗുണനാമം, സമൂഹനാമം. അതിൽ ഫസ്റ്റ് വൺ ദ്രവ്യനാമം. ഏതെങ്കിലും ഒരു ദ്രവ്യത്തിന്റെ അല്ലെങ്കിൽ വസ്തുവിന്റെ പേരായ ശബ്ദമാണ് ദ്രവ്യനാമം എന്ന് പറയുന്നത്. പിണ്ഡമുള്ളവയാണ്, മാസ് ഉള്ളവയാണ് നമ്മൾ ദ്രവ്യം എന്ന് പറയുന്നത്. ജീവനുള്ളതും ജീവനില്ലാത്തതുമായ എല്ലാം ഈ ദ്രവ്യനാമത്തിനകത്ത് ഉൾപ്പെടുന്നു. ദ്രവ്യനാമത്തെ വീണ്ടും 4ആയി തിരിച്ചിരിക്കുന്നു: സംജ്ഞാനാമം, സാമാന്യനാമം, മേയനാമം, സർവനാമം. ഓക്കെ, അതില് എന്താണ് സംജ്ഞാനാമം എന്ന് ചോദിച്ചാൽ നാമത്തിന്റെ അതേ ഡെഫിനിഷൻ തന്നെയാണ്. ഒരു വ്യക്തിയുടെയോ വസ്തുവിന്റെയോ സ്ഥലത്തിന്റെയോ പേരായ ശബ്ദത്തെ സംജ്ഞാനാമം എന്ന് പറയുന്നു. സാമാന്യനാമം ഒരു കൂട്ടം വ്യക്തികൾക്കോ വസ്തുക്കൾക്കോ സ്ഥലങ്ങൾക്കോ പൊതുവായി പറയുന്ന നാമം അല്ലെങ്കിൽ പൊതുവായി ഒരു വർഗത്തെ കാണിക്കുന്ന നാമമാണ് സാമാന്യനാമം എന്ന് പറയുന്നത്. അളന്ന് തിട്ടപ്പെടുത്താൻ കഴിയാത്ത ജാതി വ്യക്തി ഭേദങ്ങൾ ഇല്ലാത്ത വസ്തുക്കളുടെ നാമമാണ് മേയനാമം. അടുത്തത് വരുന്നത് സർവനാമം. ഒരു നാമത്തിന് പകരം ഉപയോഗിക്കുന്ന പദങ്ങളാണ് സർവനാമം എന്ന് പറയുന്നത്. ഈ സർവനാമത്തെ വീണ്ടും 3ആയി തിരിച്ചിരിക്കുന്നു: ഉത്തമ പുരുഷൻ, മധ്യമ പുരുഷൻ, പ്രഥമ പുരുഷൻ. ഉത്തമ പുരുഷൻ അഥവാ ഫസ്റ്റ് പേഴ്സൺ എന്ന് പറയുന്നത് വക്താവിനെ കുറിക്കുന്നു, പറയുന്ന ആളിനെ കുറിക്കുന്നതാണ് ഉത്തമ പുരുഷൻ. മധ്യമ പുരുഷൻ അഥവാ സെക്കൻഡ് പേഴ്സൺ എന്ന് പറയുന്നത് ശ്രോതാവിനെ കുറിക്കുന്ന അല്ലെങ്കിൽ കേൾക്കുന്ന ആളിനെ കുറിക്കുന്നതാണ് മധ്യമ പുരുഷൻ. പ്രഥമ പുരുഷൻ അഥവാ തേർഡ് പേഴ്സൺ ആരെ കുറിച്ച് അല്ലെങ്കിൽ എന്തിനെ കുറിച്ചാണോ പറയുന്നത് അതിനെ കുറിക്കുന്ന നാമമാണ് പ്രഥമ പുരുഷനില് വരുന്നത്. ഇത് ഇത്രയും നിങ്ങൾക്ക് ഓക്കെ ആണോ? ഓക്കെ ആണോ? ക്ലിയർ ആവാത്തവര് ദയവേത് ലെഫ്റ്റ് ആയിട്ട് ഒന്നും കൂടെ ജോയിൻ ചെയ്യാം.
ഇവിടെ ഒരുവിധം ബാക്കി എല്ലാവർക്കും ക്ലിയർ ആണ്. അപ്പൊ നിങ്ങളുടെ പ്രശ്നമാണെന്നാണ് തോന്നുന്നത്. ഞാൻ വീണ്ടും സ്ഥലം മാറിയാണ് ഇരുന്നത്. ഓക്കെ, എന്താണ് ക്രിയാനാമം? ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ദ്രവ്യനാമം പഠിച്ചു കഴിഞ്ഞു. നാമത്തിന്റെ രണ്ടാമത്തെ തിരിവായ ക്രിയാനാമം. എന്താണ് ക്രിയാനാമം? അതിൽ തന്നെയുണ്ട് എന്താണ് ക്രിയാനാമം എന്ന് പറയുന്നത്. ഒരു പ്രവൃത്തിയെ കുറിക്കുന്ന, അല്ലെ, പ്രവൃത്തിയാണ് നമ്മുടെ ക്രിയ എന്ന് പറയുന്നത്. അപ്പൊ ആ പ്രവൃത്തിയെ കുറിക്കുന്ന നാമം അല്ലെങ്കിൽ ഒരു ക്രിയയെ കുറിക്കുന്ന നാമമാണ് ക്രിയാനാമം എന്ന് പറയുന്നത്. ഒരു പ്രവൃത്തിയെ കുറിക്കുന്ന നാമം അഥവാ അല്ലെങ്കിൽ ഒരു ക്രിയയെ കുറിക്കുന്ന നാമമാണ് ക്രിയാനാമം എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് ക്രിയ? ഒരു പ്രവൃത്തി, അല്ലെ, അതിനെയാണ് നമ്മൾ ക്രിയ എന്ന് പറയുന്നത്. അപ്പൊ ക്രിയ ഒരു പ്രവൃത്തിയെ കുറിക്കുന്ന നാമം അല്ലെങ്കിൽ ഒരു ക്രിയയെ കുറിക്കുന്ന നാമമാണ് ക്രിയാനാമം എന്ന് പറയുന്നത്. ഞാൻ പറയാം, നിങ്ങൾക്ക് എക്സാമ്പിൾ പറയുമ്പോൾ അത് നിങ്ങൾക്ക് കിട്ടും. ചാടുക എന്ന് പറയുന്നത് ഒരു ക്രിയയാണ്. ഓക്കെ, ചാടുക എന്ന് പറയുന്നത് ഒരു ക്രിയയാണ്. ചാടുക എന്ന് പറയുന്ന ക്രിയയിൽ നിന്ന് ക്രിയാനാമത്തിലോട്ട് എത്തുമ്പോൾ ചാടുക എന്ന് പറയുന്ന ആ പ്രവൃത്തി ചാട്ടം ആയി മാറും. ഓക്കെ, ചാട്ടം ആയി മാറും. ചാട്ടം ആയി മാറും. ചാടുക എന്ന് പറയുന്നത് ക്രിയയാണെങ്കിൽ ചാട്ടം എന്ന് പറയുന്നത് ക്രിയാനാമമാണ്. കാണുക എന്ന് പറയുന്ന ക്രിയയാണെങ്കിൽ കാഴ്ച. ഇത് ക്ലിയർ ആകാത്തൊരു ദയവേദം ഒന്നും അങ്ങോട്ടോ ഇങ്ങോട്ടോ ചേഞ്ച് ചെയ്തിരിക്കാവോ? കാഴ്ച. ഓക്കെ, കാഴ്ച എന്ന് പറയുന്ന ക്രിയ നാമത്തിലോട്ട് പോവും, അല്ലെ. കാണുക കാഴ്ച, ചാടുക ചാട്ടം, പഠിക്കുക. പഠിക്കുക എന്ന് പറയുന്ന ക്രിയയിൽ നിന്ന് അതിന്റെ ക്രിയാനാമം എങ്ങനെയായിരുന്നു? പഠനം. ഓക്കെ, അല്ലെങ്കിൽ പഠിത്തം, രണ്ടും വരും. കേട്ടോ, പഠനം അല്ലെങ്കിൽ പഠിത്തം. കേൾക്കുക. കേൾക്കുക. ഓടുക. ഓടുക. ഓട്ടം. ഓടുക ഓട്ടം. അപ്പൊ എന്താണ് ക്രിയാനാമം? ഒരു പ്രവൃത്തിയെ കുറിക്കുന്ന നാമം അഥവാ ഒരു ക്രിയയെ കുറിക്കുന്ന നാമമാണ് ക്രിയാനാമം എന്ന് പറയുന്നത്. ഓക്കെ, എക്സാമ്പിൾ നിങ്ങൾക്ക് കിട്ടി. ഇത്രയേ ഉള്ളൂ ക്രിയാനാമം. ഇനി മൂന്നാമത്തെ തിരിവായ ഗുണനാമം. എന്താണ് ദ്രവ്യനാമം എന്ന് പറഞ്ഞു, എന്താണ് ക്രിയാനാമം എന്ന് പറഞ്ഞു. അടുത്തത് വരുന്നത് ഗുണനാമം. എന്താണ് ഗുണനാമം? അതിൽ തന്നെയുണ്ട് ഒരു വസ്തുവിന്റെ ഗുണത്തെയോ അല്ലെങ്കിൽ ഒരു സ്വഭാവത്തെയോ അതും അല്ലെങ്കിൽ അതിന്റെ നിറത്തെയോ വിശേഷിപ്പിക്കുന്ന അല്ലെങ്കിൽ സൂചിപ്പിക്കുന്ന നാമം. ഒരു വസ്തുവിന്റെ സ്വഭാവമാവാം, നിറമാവാം, അതെന്തെങ്കിലും ഒരു ഗുണമാവാം. അങ്ങനെ അതിനെ വിശേഷിപ്പിക്കുന്ന നാമം, സൂചിപ്പിക്കുന്ന നാമമാണ് ഗുണനാമം എന്ന് പറയുന്നത്. അപ്പൊ ഗുണനാമം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വസ്തുവിന്റെ ഗുണത്തെയോ സ്വഭാവത്തെയോ നിറത്തെയോ സൂചിപ്പിക്കുന്ന നാമം. അതായത് മിടുക്കനായ കുട്ടി. ഇവിടെ കുട്ടി എന്ന് പറയുന്ന നാമത്തിനെ എങ്ങനെയാ വിശേഷിപ്പിച്ചിരിക്കുന്നത്? മിടുക്കൻ. മിടുക്കൻ. അപ്പൊ ആ മിടുക്കൻ എന്ന് പറയുന്നത് അവനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ഗുണനാമത്തിന് ഉദാഹരണമാണ്. അഴകുള്ള പെൺകുട്ടി. പെൺകുട്ടി എന്ന് പറയുന്ന നാമത്തിനോട് അവളെ എങ്ങനെയാ വിശേഷിപ്പിച്ചിരിക്കുന്നത്? അഴകുള്ള പെൺകുട്ടി. അപ്പൊ അഴക് എന്ന് പറയുന്നതാണ് ഇവിടെ ഗുണനാമം. വെളുത്ത പശു. വെളുത്ത പശു. ആ പശുവിനെ എങ്ങനെയാ സൂചിപ്പിച്ചിരിക്കുന്നത്? ഒരു നിറം കൊണ്ട്, അല്ലെ. അപ്പൊ ആ നിറം എന്ന് പറയുന്നത് ഗുണനാമത്തിന് ഉദാഹരണമാണ്. ഇതൊന്നും കൂടുതൽ പറയണ്ടല്ലോ. ക്രിയാനാമവും ഗുണനാമവും നിങ്ങൾക്ക് കിട്ടിയല്ലോ. ഓക്കെ ആണോ ഇത് രണ്ടും? ദ്രവ്യനാമം, ക്രിയാനാമം, ഗുണനാമം. ഇനി അടുത്ത വരുന്നത് ലാസ്റ്റ് വൺ സമൂഹനാമം. എന്താണ്? സമൂഹനാമം. അതിൽ തന്നെ ഉണ്ട് ഒരു സമൂഹത്തെ അല്ലെങ്കിൽ ഒരു കൂട്ടത്തെ സൂചിപ്പിക്കുന്ന നാമം. ഒന്നിലധികം കൂട്ടം വരും ആ ഒരു സെന്റൻസിനകത്ത്. ഒരു കൂട്ടം അല്ലെങ്കിൽ ഒരു സമൂഹത്തെ സൂചിപ്പിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ കേട്ടിട്ടില്ലേ? സംഘം, ഗോത്രം, കുലം, യോഗം. യോഗം എന്നൊക്കെ പറയുമ്പോൾ ഒറ്റയ്ക്ക് ഇരുന്ന് യോഗം കൂടാൻ പറ്റൂലല്ലോ. അപ്പൊ ഇങ്ങനെ വരുന്ന ഒരു ഗ്രൂപ്പ്, കൂട്ടത്തെ കാണിക്കുന്ന നാമം, ഒരു സമൂഹത്തെ അല്ലെങ്കിൽ ഒരു കൂട്ടത്തെ സൂചിപ്പിക്കുന്ന നാമമാണ് സമൂഹനാമം.
കേട്ടിട്ടില്ലേ? സമൂഹ സദ്യ എല്ലാരും ഇവിടെ വരുന്നതാണ്. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ. നാമം എന്ന് പറയുന്ന ചെറിയ ഒരു ടോപ്പിക്ക് നമ്മൾ ഇവിടെ കംപ്ലീറ്റ് ചെയ്യാണ്. ഇതിൽ ആകെ നമുക്ക് ക്രിയാനാമവും ഗുണനാമവും സമൂഹനാമവും നമുക്ക് പെട്ടെന്ന് കിട്ടും. നമുക്ക് ഇത്തിരി പാട് വരുന്ന പോർഷൻ ആ ദ്രവ്യനാമമാണ്. ദ്രവ്യനാമത്തെ എത്രയായിട്ട് തിരിക്കാം, ഏതെല്ലാമാണ്, അതിൽ തന്നെ സർവനാമത്തിനകത്ത് വരുന്ന 3 സബ് ഡിവിഷൻ, ഇതെല്ലാം വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യുകയും ചെയ്യാം. ഓക്കെ ആണോ? നാമം എന്ന് പറയുന്ന ചെറിയ ഒരു ടോപ്പിക്ക് ഞാൻ ഒന്നും കൂടെ പറയണോ? ഇവിടെ ആർക്കെങ്കിലും ഇതിനകത്ത് ഏതെങ്കിലും ഒരു പോർഷൻ നിങ്ങൾക്ക് ഒന്നും കൂടെ പറയണോ? വേണ്ട. അപ്പൊ നിങ്ങൾക്ക് നാമം എന്ന് പറയുന്ന ഈ ഒരു ചെറിയൊരു ടോപ്പിക്ക് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ഇനി ഗ്രാമറിൽ അടുത്ത ഒരു പോർഷൻ ആണ് ക്രിയ. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന മെയിൻ പോർഷൻ. ഓക്കെ, ക്രിയ. നമ്മൾ അടുത്ത പഠിക്കാൻ പോകുന്നത് എന്താണ്? ക്രിയ. നിങ്ങൾ ഗ്രാമറിൽ നിങ്ങൾ എന്തൊക്കെ പഠിച്ചു എന്നുള്ളത് എന്ത് ചെയ്യണം? ബുക്കിൽ ഗ്രാമറിന്റെ മലയാളം നോട്ട് നിങ്ങൾ സെപ്പറേറ്റ് തന്നെ എഴുതുന്നേ. അങ്ങനെയാണെങ്കിൽ വളരെ നല്ലത്. നോട്ട് സെപ്പറേറ്റ് എഴുതുമ്പോൾ നിങ്ങൾ ഏതൊക്കെയാണ് ഗ്രാമർ പോർഷനിൽ പഠിച്ചു എന്നുള്ളത് ടിക്ക് ചെയ്ത് പോകുന്നത് വളരെ നല്ലതായിരിക്കും. സ്വന്തമായിട്ട് നിങ്ങൾ പഠിക്കുന്നില്ല ഒരു ടൈം ടേബിൾ ഒക്കെ സെറ്റ് ചെയ്ത്? അതെ, ഇവിടുന്ന് തരുന്നത് മാത്രം വായിച്ച് റെഡിയായി പോവുകയാണോ? ഒരിക്കലും അങ്ങനെ നിൽക്കരുത്. നിങ്ങൾ എന്താണോ വേണ്ടി കൊടുക്കുന്നത് അത് തന്നെയാണ് റിസൾട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ബാക്കി ആര് വെള്ളം ഒഴിച്ചാലും കിട്ടാത്തതാണ് നമ്മൾ നമുക്ക് വേണ്ടി വെള്ളം ഒഴിക്കുമ്പോൾ കിട്ടുന്നത്. സോ സ്വന്തമായിട്ട് ഒരു ടൈം ടേബിൾ ഒക്കെ സെറ്റ് ചെയ്ത് വീക്ക് പോർഷൻ ഏതൊക്കെയാണെന്ന് സ്വന്തമായിട്ട് മനസ്സിലാക്കി. പലർക്കും മലയാളമൊക്കെ ഭയങ്കര ടഫായി. ഇതില് ആദ്യം മലയാളം കേട്ടു തുടങ്ങിയപ്പോഴത്തേക്ക് ഭയങ്കര ടഫ് തോന്നിയ ആൾക്കാരുണ്ട്. എന്റെ 3ാമത്തെ ക്ലാസ് ആണ് ഇന്ന് നമ്മള്, അല്ലെ? ഈ 3ാമത്തെ ക്ലാസ് ആയപ്പോഴത്തേക്ക് സത്യസന്ധമായിട്ട് നിങ്ങൾ പറയണം, മലയാളം ഒന്നുപോലും അറിയാത്തവരോടാണ് ചോദിക്കുന്നത്. അത്യാവശ്യം മലയാളം എഴുതാനും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ച CBSE അല്ലെങ്കിൽ KB പോലെയുള്ള സ്കൂളുകളിൽ പഠിച്ച പിള്ളേരും ഒക്കെ ഉണ്ടാവും. അങ്ങനെയുള്ളവരെ സംബന്ധിച്ച് ഈ 3ാമത്തെ ക്ലാസ് ആയപ്പോഴത്തേക്ക് മലയാളത്തിനോട് ഒരു അല്പമെങ്കിലും സ്നേഹം തോന്നി തുടങ്ങിയോ? സത്യസന്ധമായിട്ട് മലയാളം ഒന്നും, അല്ലെങ്കിൽ ഇതുവരെ PSC മലയാളം പഠിച്ചിട്ടില്ലാത്ത ഒരാളോടാണ് ഞാൻ ചോദിക്കുന്നത്. അങ്ങനെയുള്ളവര് ഒന്ന് വ്യക്തമായിട്ടൊന്ന് കമന്റ് ചെയ്യോ? എന്തെങ്കിലും മാറ്റം അവരവർക്ക് ഉണ്ടായി എന്നുള്ളത്. ഓക്കെ, മാറ്റമുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങള് മലയാളത്തിന്റെ ഒരു 10-20 ക്ലാസ് ഒക്കെ കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ എന്താവും? ഇനി മലയാളം നമുക്കൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ വി ക്യാൻ നമുക്ക് കഴിയും, എന്നെ കൊണ്ട് അതിന് ആൻസർ ചെയ്യാൻ പറ്റും, ഞാൻ എഴുതുന്നത് ശരിയാണ് എന്നുള്ള ഒരു കോൺഫിഡൻസിൽ നമ്മൾ എത്തിച്ചേരും. കേട്ടോ? ഈ ഒരു ഡിസംബർ മാസമൊക്കെ കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ അതിലോട്ട് എത്തണം. ഓക്കെ, ക്രിയ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്രിയയെ വേറെ 2 പദങ്ങളിൽ കൂടിയും അറിയപ്പെടും. കേട്ടിട്ടുണ്ടോ നിങ്ങള്? ക്രിയ എന്ന് നിങ്ങൾ എല്ലാവരും കേൾക്കുന്നതാണ്. ക്രിയയെ വിന എന്താണ്? വിനയെന്നും ആഖ്യാതമെന്നും. കേട്ടോ? എന്തൊക്കെയാണ്? വിന അല്ലെങ്കിൽ ആഖ്യാതമെന്നും അറിയപ്പെടുന്നത് ക്രിയയാണ്. ഒന്ന് മലയാളത്തിൽ ആഖ്യാതം എന്ന് എഴുതോ. ആഖ്യാതം. നോക്ക്, ശ്രീരാജ് എഴുതിയിട്ടിട്ടുണ്ട്. വിന അഥവാ ആഖ്യാതം. വിന ആഖ്യാതം. ഓക്കെ, വിന ആഖ്യാതം. എന്താണ് ക്രിയ? ക്രിയയുടെ ബ്രാക്കറ്റിൽ എഴുതിയാൽ മതി വിന അല്ലെങ്കിൽ ആഖ്യാതം. ഓക്കെ, ക്രിയയെ അറിയപ്പെടുന്ന വേറെ 2 പദങ്ങളാണ് വിന അല്ലെങ്കിൽ ആഖ്യാതം. എന്താണ് ക്രിയ? ഒരു പ്രവൃത്തിയെ കുറിക്കുന്ന പദമാണ്
ക്രിയ എന്ന് പറയുന്നത്. അതെ, നമ്മളൊരു ചെയ്യുന്ന ഒരു പ്രവൃത്തിയെ കുറിക്കുന്ന പദമാണ് ക്രിയ. ഓക്കെ, ഇപ്പൊ കഴിക്കുക, ചാടുക, ഓടുക, പാടുക, ഇതെല്ലാം ഒരു പ്രവൃത്തിയെ കുറിക്കും. നമ്മൾ എന്താണോ പ്രവൃത്തി, ആ പ്രവൃത്തിയെ, ഇപ്പൊ ഓടുന്നു എന്ന് പറയുന്ന ആ പ്രവൃത്തിയെ കുറിക്കുന്ന പദം, ഇതിനെയാണ് നമ്മൾ ക്രിയ എന്ന് പറയുന്നത്. ഈ ക്രിയയെ പ്രധാനമായും 4ആയി തിരിച്ചിരിക്കുന്നു. നമുക്ക് ഇവിടം തൊട്ടാണ് പരീക്ഷയ്ക്ക് നല്ല ഒരു സ്റ്റാൻഡേർഡ് ലെവലിലുള്ള ഒരു ക്വസ്റ്റ്യനിലോട്ടൊക്കെ കടന്നു ചെല്ലുമ്പോൾ നമുക്ക് ഇവിടെ അത്യാവശ്യം നന്നായിട്ട് മനസ്സിലാക്കണം. ഈ ക്രിയ എന്ന് പറയുന്നത് അത്യാവശ്യം കുറച്ച് കൺഫ്യൂഷൻ വരും, പക്ഷെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്നൊരു മാർക്ക് പോവത്തുമില്ല. ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് ഒരു മാർക്ക് പോവരുത്. ആ രീതിയിൽ നിങ്ങൾ ഈ ടോപ്പിക് എന്ത് ചെയ്യണം, പഠിച്ചിരിക്കണം. അപ്പൊ ക്രിയ എന്തെന്ന് പറഞ്ഞു, ക്രിയയെ പ്രധാനമായും 4ആയി തിരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഒന്നാമത്തെ തിരിവ് അതിന്റെ അർത്ഥമനുസരിച്ചാണ്. ക്രിയയെ അതിന്റെ അർത്ഥമനുസരിച്ച് സകർമ്മക ക്രിയയെന്നും അകർമ്മക ക്രിയയെന്നും തിരിച്ചിരിക്കുന്നു. എന്താണ് ക്രിയ? ക്രിയയെ പ്രധാനമായി 4ആയി തിരിച്ചിരിക്കുന്നു. ഒന്നാമത്തേത് അതിന്റെ അർത്ഥമനുസരിച്ചാണ് തിരിച്ചിരിക്കുന്നത്, സകർമ്മക ക്രിയയെന്നും അകർമ്മക ക്രിയയെന്നും. രണ്ടാമത് അതിന്റെ സ്വഭാവം അനുസരിച്ച് കേവലക്രിയ, പ്രയോജനക്രിയ. നോക്ക്, പ്രവൃത്തി എന്ന് എഴുതിയിരിക്കുന്നത് നിഷി എഴുതിയിരിക്കുന്നതാണ് കറക്റ്റ്. എന്നാൽ പ്രവർത്തിക്കുക എന്ന് പറയുന്നത് എങ്ങനെ എഴുതും? പ്രവർത്തിക്കുക, അത് ദിവ്യ എഴുതിയിരിക്കുന്ന പ്രവർത്തിക്കുക, പ്രവർത്തനം. ഓക്കെ, പ്രവൃത്തി എന്ന് എഴുതിയിരിക്കുന്നത് വൃ ആണ്, വായിട്ടിട്ട് അടയാളം. മറ്റേത് ആ ഒരു ചില്ലക്ഷരമാണ്, ഇല്ല. പ്രവർത്തിക്കുക. ഓക്കെ, പ്രവർത്തിക്കുക. ഓക്കെ, ഇനി അതിൽ കൺഫ്യൂഷൻ വരില്ല. അപ്പൊ ഒന്നാമത് അതിന്റെ അർത്ഥമനുസരിച്ച് സകർമ്മക ക്രിയ എന്നും അകർമ്മക ക്രിയ എന്നും, രണ്ടാമത്തത് അതിന്റെ സ്വഭാവം അനുസരിച്ച് കേവലക്രിയ, പ്രയോജനക്രിയ. ഓക്കെ, മൂന്നാമത്തത് ക്രിയയുടെ രൂപമനുസരിച്ച് കാരിതം, അകാരിതം. ഓക്കെ, ഒന്നാമത്തത് അർത്ഥമനുസരിച്ച് സകർമ്മക ക്രിയ, അകർമ്മക ക്രിയ. രണ്ടാമത്തത് അതിന്റെ സ്വഭാവം അനുസരിച്ച് പ്രയോജനക്രിയ, കേവലക്രിയ, പ്രയോജനക്രിയ. മൂന്നാമത്തത് ക്രിയയുടെ രൂപമനുസരിച്ച് കാരിതം, അകാരിതം. എഴുതാം. ഞാൻ പറഞ്ഞു തന്നിട്ടേ എഴുതാം. നിങ്ങൾ ആദ്യം കേക്ക്, അത് കഴിഞ്ഞിട്ട് നമുക്ക് എഴുതാം. ഞാൻ ഇവിടെ എഴുതി ഇത് നിങ്ങൾക്ക് അത് നന്നായിട്ട് ബൈഹാർട്ട് ചെയ്ത് മനസ്സിലാക്കി തന്നിട്ടേ ഞാൻ പോവും. നാലാമത്തത് ക്രിയയുടെ പ്രാധാന്യം അനുസരിച്ച് മുറ്റുവിന, പറ്റുവിന. നിങ്ങൾ ദയവ് ചെയ്ത് ചാടിക്കേറി എഴുതാൻ വേണ്ടിയിട്ട് നിൽക്കരുത്. എഴുതണത് ഞാൻ റിപ്പീറ്റ് ചെയ്ത്, നിങ്ങൾ ക്ലാസ് ഒന്ന് ഓട്ടിച്ച് കേട്ടാൽ നിങ്ങൾക്ക് നോട്ട് എഴുതാം. ആദ്യം നിങ്ങൾ ഇവിടെ ഇരുന്ന് പഠിക്കാൻ നോക്കത്. ഓക്കെ, നിങ്ങൾ അത് എന്താണ് എന്ന് മനസ്സിലാക്കാൻ നോക്ക്. എന്താണ് ക്രിയ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പ്രവൃത്തിയെ കുറിക്കുന്ന പദമാണ് ക്രിയ. ക്രിയയെ പ്രധാനമായും 4ആയി തിരിച്ചിരിക്കുന്നു. ഒന്നാമത്തെ തിരിവ് ക്രിയയുടെ അർത്ഥമനുസരിച്ച് സകർമ്മക ക്രിയ, അകർമ്മക ക്രിയ. രണ്ടാമത്തത് അതിന്റെ സ്വഭാവം അനുസരിച്ച് കേവലക്രിയ, പ്രയോജനക്രിയ. മൂന്നാമത്തത് ക്രിയയുടെ രൂപമനുസരിച്ച് കാരിതം, അകാരിതം. നാലാമത്തത് ക്രിയയുടെ പ്രാധാന്യമനുസരിച്ച് മുറ്റുവിന, പറ്റുവിന. ഓക്കെ, നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്ന വാക്കുകളൊക്കെ ഇതിനകത്ത് കാണും. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണ് ക്രിയ എന്നും ക്രിയയെ എത്രയായി തിരിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഏതൊക്കെ രീതിയിലാണ് ക്രിയയെ തിരിച്ചിരിക്കുന്നു എന്നാണ് ഞാൻ അടുത്ത മൂന്നാമത്തെ സ്റ്റെപ്പ് നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. അതിലൊന്നാമത്തെ തിരിവാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ക്രിയയുടെ അർത്ഥമനുസരിച്ച് ക്രിയയെ സകർമ്മക ക്രിയയെന്നും അകർമ്മക ക്രിയയെന്നും തിരിച്ചിരിക്കുന്നു. ഓക്കെ, ഒന്നാമത്തത് ക്രിയയുടെ അർത്ഥമനുസരിച്ച് സകർമ്മക ക്രിയ, അകർമ്മക ക്രിയ. രണ്ടാമത്തത് സ്വഭാവം അനുസരിച്ച്, ക്രിയയുടെ സ്വഭാവം അനുസരിച്ച് കേവലക്രിയ, പ്രയോജനക്രിയ. മൂന്നാമത്തെ ക്രിയയുടെ രൂപമനുസരിച്ച് കാരിതം, അകാരിതം. നാലാമത്തത് ക്രിയയുടെ പ്രാധാന്യം അനുസരിച്ച്
മുറ്റുവിന, പറ്റുവിന. ഓക്കെ ആണോ? എഴുതിയിട്ടില്ലെങ്കിൽ കൂടിയും നിങ്ങൾക്ക് ഇത് ഓക്കെ ആണോ? ഓക്കെ. അപ്പം ആദ്യത്തെ തിരിവാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ക്രിയയുടെ അർത്ഥമനുസരിച്ച് സകർമ്മക ക്രിയ, അകർമ്മക ക്രിയ. നോക്ക്, സകർമ്മക ക്രിയ, അകർമ്മക ക്രിയ. എന്താണ് സകർമ്മക ക്രിയ? അർത്ഥം അനുസരിച്ചാണെന്ന് ഞാൻ പറഞ്ഞു തന്നു. നോക്ക്, ഒരു വാക്യത്തിന്റെ, ശ്രദ്ധിച്ച് കേൾക്കുക, ഒരു വാക്യത്തിന്റെ അർത്ഥപൂർത്തീകരണത്തിന്, കർമ്മം ആവശ്യമായ ക്രിയയെ സകർമ്മക ക്രിയ എന്ന് പറയുന്നു. എന്താണ് കർമ്മം? ഇങ്ങനെ ഒരു വാക്കൊക്കെ ചിലപ്പോൾ ആദ്യമായിട്ട് കേൾക്കുന്നവരുണ്ടാവും. നമ്മള് മലയാള ഭാഷയില്, നിങ്ങള് ഇംഗ്ലീഷ് എങ്ങനെയാണ്? സബ്ജക്റ്റ് പ്ലസ് ഒബ്ജക്റ്റ് പ്ലസ് വെർബ് അല്ലേ? സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് ഒബ്ജക്റ്റ്. അങ്ങനെ ഈ മൂന്ന് സംഭവങ്ങൾ ചേരുമ്പോഴാണ് ഒരു സെന്റൻസ് കംപ്ലീറ്റ് ആവുന്നത്. അതിന് അതേ സംഭവം മലയാളത്തിലോട്ട് വരുമ്പോഴാണ് നമ്മള് സബ്ജക്റ്റിന് പകരം നമ്മള് കർത്താവ്, ഒബ്ജക്റ്റിന് പകരം നമ്മള് കർമ്മം, വെർബിന് പകരം നമ്മള് ക്രിയ, ഇത് മൂന്നിലോട്ട് കൊണ്ടുവരുന്നു. അപ്പൊ സബ്ജക്റ്റ്, ഒബ്ജക്റ്റ്, വെർബ്, അത് നിങ്ങൾ കേൾക്കാത്തവർ ആരും കാണില്ല. അത് മലയാളത്തിലോട്ട് വരുമ്പോഴത്തേക്ക് കർത്താവ്, കർമ്മം, ക്രിയ. അപ്പം കർത്താവ്, കർമ്മം, ക്രിയ. നോക്ക്, കർത്താവ് അതാണ് സബ്ജക്റ്റ്, കർമ്മം ഒബ്ജക്റ്റ്, വെർബ് ക്രിയ. അപ്പം ഇത് മൂന്നും ചേരുമ്പോഴാണ് ഒരു സെന്റൻസ് പൂർത്തിയാവുന്നത്. ഓക്കെ. അപ്പം ഒരു വാക്യത്തിന്റെ അർത്ഥപൂർത്തീകരണത്തിന് ഒബ്ജക്റ്റ് അഥവാ കർമ്മം ആവശ്യമുള്ള ക്രിയയെ സകർമ്മക ക്രിയ എന്ന് പറയുന്നു. അതായത് ഒരു മലയാള വാക്യം എടുക്കുമ്പോ ആ മലയാള വാക്യത്തില് കർത്താവും കാണും, കർമ്മവും കാണും, ക്രിയയും കാണും, സബ്ജക്റ്റും കാണും, ഒബ്ജക്റ്റും കാണും, വെർബും കാണും. ഓക്കെ. അങ്ങനെയുള്ള ക്രിയയെ നമ്മൾ സകർമ്മക ക്രിയ എന്ന് പറയുന്നു. അർത്ഥം പൂർത്തിയായിരിക്കണമെങ്കിൽ അവിടെ ഒബ്ജക്റ്റ് അഥവാ കർമ്മം വേണം. അങ്ങനെയുള്ള ക്രിയയെ നമ്മൾ സകർമ്മക ക്രിയ എന്ന് പറയുന്നു. ഉദാഹരണത്തിന് അമ്മ കുട്ടിയെ എടുക്കുന്നു. നോക്ക്, അമ്മ എന്ന് പറയുന്നത് ഇവിടെ കർത്താവ് അഥവാ സബ്ജക്റ്റും, കുട്ടിയെ എന്ന് പറയുന്നത് ഒബ്ജക്റ്റും, എടുക്കുന്നു എന്ന് പറയുന്ന പ്രവൃത്തി ഇവിടെ ക്രിയ അഥവാ വെർബുമാണ്. ഓക്കെ. അപ്പം അമ്മ എടുക്കുന്നു എന്ന് മാത്രമാണ് പറയുന്നതെങ്കിൽ അവിടെ ആ സെന്റൻസ് അല്ലെങ്കിൽ ആ വാക്യം ഒരു പൂർത്തിയാകുന്നില്ല. അവിടെ ആ വാക്യത്തിന് ഒരു പൂർത്തീകരണമില്ല. നിങ്ങൾ തന്നെ ഒന്ന് പറഞ്ഞു നോക്കൂ. അമ്മ എടുക്കുന്നു, അമ്മ എടുക്കുന്നു. അമ്മ കുട്ടിയെ എടുക്കാം, പാത്രങ്ങൾ എടുക്കാം, തുണികൾ എടുക്കാം, എന്ത് വേണമെങ്കിലും അമ്മ എടുക്കാം. അതൊരു പൂർത്തീകരണാത്ത അപൂർണമായിട്ടുള്ള ഒരു വാക്യമാണ്. ആ സെന്റൻസിനൊരു കംപ്ലീഷൻ വന്നിട്ടില്ല. അതിനെ മാറ്റി അമ്മ കുട്ടിയെ എടുക്കുന്നു. അപ്പം അമ്മ എടുക്കുന്നു എന്ന് പറയുന്ന ആ ക്രിയയോടൊപ്പം ഒരു കർമ്മം വന്നാൽ മാത്രമേ ആ വാക്യം ഒരു കംപ്ലീറ്റ് ആവൂ, അല്ലെങ്കിൽ അതിന് പൂർണ്ണമാവൂ. അപ്പൊ ഒരു വാക്യത്തിനൊപ്പം അല്ലെങ്കിൽ ഒരു വാക്യത്തിന്റെ അർത്ഥപൂർത്തീകരണത്തിന് കർമ്മം ആവശ്യമുള്ള ക്രിയയെ സകർമ്മക ക്രിയ എന്ന് പറയുന്നു. ഇതേ സാധനം ഓപ്പോസിറ്റ് ആയിട്ട് പറയുകയാണ്. അമ്മ ഉറങ്ങുന്നു. ഓക്കെ. ഇവിടെ അർത്ഥപൂർത്തീകരണത്തിന് അമ്മ ഉറങ്ങുന്നു എന്ന് പറയുമ്പോൾ നമുക്കത് മനസ്സിലാവും. അവിടെ വേറെ ചോദ്യമൊന്നുമില്ല. പിന്നെ അമ്മ ഉറങ്ങുന്നു, ആ ഒരു സെന്റൻസ് അതൊരു വാക്യല്ലേ, അതൊരു പൂർണ്ണവാക്യാണ്. പക്ഷെ എന്താണ് അവിടെ എന്ത് വേണ്ട? കർമ്മം വേണ്ട. കർമ്മം ഒബ്ജക്റ്റ് ഇല്ലെങ്കിൽ കൂടിയും അവിടെ ആ വാക്യം പൂർണ്ണമാണ്. അപ്പൊ ഒരു വാക്യത്തിന്റെ
അർത്ഥപൂർത്തീകരണത്തിന് കർമ്മം ആവശ്യമില്ലാത്ത ക്രിയയെ അകർമ്മക ക്രിയ എന്ന് പറയുന്നു. ഒരു വാക്യത്തിന്റെ അർത്ഥപൂർത്തീകരണത്തിന് ഒബ്ജക്റ്റ് അഥവാ കർമ്മം ആവശ്യമുള്ള ക്രിയയെ സകർമ്മക ക്രിയ എന്നും, ഒരു വാക്യത്തിന്റെ അർത്ഥ പൂർത്തീകരണത്തിന് ഒബ്ജക്റ്റ് കർമ്മം ആവശ്യമില്ലാത്ത ക്രിയയെ അകർമ്മക ക്രിയ എന്നും പറയുന്നു. ഓക്കെ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഉത്തരം, അല്ല ഇതാണ് അതിന്റെ ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ്. ഓക്കെ, ഇനി നോക്ക്, സകർമ്മക ക്രിയ ഞാൻ പറഞ്ഞു, ഒരു വാക്യത്തിന്റെ അർത്ഥപൂർത്തീകരണത്തിന് കർമ്മം ആവശ്യമുള്ള ക്രിയയാണ് സകർമ്മക ക്രിയ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന്, അമ്മ കുട്ടിയെ എടുക്കുന്നു. ഞാൻ ഒരു സെന്റൻസ് ആണ് പറഞ്ഞത് നിങ്ങളോട്. അമ്മ കുട്ടിയെ എടുക്കുന്നു. ഇവിടെ നിങ്ങൾ പരീക്ഷയ്ക്ക് ഇരിക്കുമ്പോഴത്തേക്ക് ഒരു കൺഫ്യൂഷൻ വരുവാണ്. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ഇവിടുത്തെ ക്രിയാപദത്തിനോട്, ഇവിടുത്തെ ക്രിയാപദം എന്ന് പറയുന്നത് ഏതാണ്? അമ്മ കുട്ടിയെ എടുക്കുന്നു. ഇവിടുത്തെ ക്രിയാപദം ഏതാണ്? എടുക്കുന്നു. ഇവിടുത്തെ ക്രിയാപദം എടുക്കുന്നു. എടുക്കുന്നു എന്ന ക്രിയാപദത്തിനോട് ആരെ അല്ലെങ്കിൽ എന്തിനെ എന്ന ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം ലഭ്യമാണോ എന്ന് നോക്കുക. ആരെ അല്ലെങ്കിൽ എന്തിനെ എന്ന ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം ലഭ്യമാണോ എന്ന് നോക്കുക. ആരെ എടുക്കുന്നു? കുട്ടിയെ എടുക്കുന്നു. എന്തിനെ എടുക്കുന്നു? കുട്ടിയെ എടുക്കുന്നു. നമുക്ക് വ്യക്തമായിട്ടുള്ള ഉത്തരം നമുക്കിവിടെ ലഭ്യമാണ്. ഓക്കെ, ഇങ്ങനെയും കണ്ടുപിടിക്കാം. ഓക്കെ, ഇങ്ങനെയും കണ്ടുപിടിക്കാം. നിങ്ങൾക്കിവിടെ ഇത് സംഭവം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒരു വാക്യത്തിന്റെ അർത്ഥപൂർത്തീകരണത്തിന് കർമ്മം ആവശ്യമായ ക്രിയയെ സകർമ്മക ക്രിയ എന്ന് പറയുന്നു. അഥവാ ഒരു വാക്യത്തിലെ ക്രിയാപദത്തിനോട് ആരെ അല്ലെങ്കിൽ എന്തിനെ എന്ന് ചോദിക്കുമ്പോൾ വ്യക്തമായ ഉത്തരം ലഭ്യമാണെങ്കിൽ അത്തരം ക്രിയയെ സകർമ്മക ക്രിയ എന്ന് പറയുന്നു. ഓക്കെ, ഇനി ഒരു വാക്യത്തിലെ ക്രിയാപദത്തിനോട് ആരെ അല്ലെങ്കിൽ എന്തിനെ എന്ന് ചോദിക്കുമ്പോൾ വ്യക്തമായ ഉത്തരം ലഭ്യമല്ല എങ്കിൽ അത്തരം ക്രിയയെ അകർമ്മക ക്രിയ എന്ന് പറയുന്നു. ഉദാഹരണം ഞാൻ പറഞ്ഞു, അല്ലെങ്കിൽ അർത്ഥപൂർത്തീകരണത്തിന് കർമ്മം ആവശ്യമില്ലാത്ത ക്രിയ, അതിനെ നമ്മൾ അകർമ്മക ക്രിയ എന്ന് പറയുന്നു. നോക്കിവിടെ, അമ്മ ഉറങ്ങുന്നു. ആരെ ഉറങ്ങുന്നു? ആര് അല്ല, ആരെ. ആരെ അല്ലെങ്കിൽ എന്തിനെ. എന്തിന് ഉറങ്ങുന്നു എന്നും ചോദിക്കരുത്. ആരുറങ്ങുന്നു എന്നും എന്തിന് ഉറങ്ങുന്നു എന്നും ചോദിക്കരുത്. ആരെയാണ്. ആരെ അല്ലെങ്കിൽ എന്തിനെ. ഓക്കെ, ഇത് രണ്ടിനും അന്നത്തെ എഴുതിയിട്ടുണ്ട് അവിടെ. ആരെ അല്ലെങ്കിൽ എന്തിനെ എന്ന് ചോദിക്കുമ്പോൾ വ്യക്തമായ ഉത്തരം ലഭിക്കുന്നില്ല. ആരെ ഉറങ്ങുന്നു, അങ്ങനെ ഒരു ചോദ്യത്തിന് നമുക്ക് വ്യക്തമായ ഉത്തരം കിട്ടുന്നില്ല. അല്ലെങ്കിൽ എന്തിനെ ഉറങ്ങുന്നു. ഓക്കെ, ഇത്തരം ക്രിയയെ നമ്മൾ അകർമ്മക ക്രിയ എന്ന് പറയുന്നു. ഓക്കെ, ഒരു സെക്കൻഡ്, ഇവിടെ കറണ്ട് പോയേ. ഓക്കെ ആണോ നിങ്ങൾക്ക്? ഇത്രയും ക്രിയ എന്തെന്നും ക്രിയയെ 4ആയി തിരിച്ചിരിക്കുന്നു. അതിന്റെ അർത്ഥമനുസരിച്ച് സകർമ്മക ക്രിയ, അകർമ്മക ക്രിയ, എന്താണ് സകർമ്മക ക്രിയ എന്നും എന്താണ് അകർമ്മക ക്രിയ എന്നും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. ഇനി ഇത് ആർക്കെങ്കിലും ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യണോ? ആദ്യമായിട്ടൊക്കെ കേൾക്കുന്നവരുണ്ടാകും. സ്പീഡൊക്കെ ഓക്കെ ആണോ? ആർക്കെങ്കിലും സ്പീഡ് എല്ലാം കൂടി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോ ടൈപ്പ് ചെയ്യുക. അതിൽ ഒരു മടിയും വിചാരിക്കണ്ട. അമ്മ ഉറങ്ങുന്നു എന്നത് അകർമ്മക ക്രിയയല്ലേ? ആരെ അല്ലെങ്കിൽ എന്തിനെ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അവിടെ ഉത്തരം കിട്ടുന്നുണ്ടോ? അല്ലെങ്കിൽ അവിടെ കർമ്മമുണ്ടോ? അമ്മ ഉറങ്ങുന്നു എന്ന് പറയുന്നത് ഒരു അർത്ഥം പൂർണ്ണമായിട്ടുള്ള ഒരു സെന്റൻസ് തന്നെയാണ്. അവിടെ കർമ്മം അല്ലെങ്കിൽ ഒബ്ജക്റ്റ് അവിടെ വരുന്നുണ്ടോ? അമ്മ എന്ന് പറയുന്ന സബ്ജക്റ്റ് അഥവാ കർത്താവും ഉറങ്ങുന്നു എന്ന് പറയുന്ന വെർബ് മാത്രമല്ലേ ഉള്ളൂ. ഓക്കെ,
ഇനി നമുക്ക് കുറച്ച് വൊക്കാബുലറി നോക്കാം. ഓക്കെ, നമുക്ക് കുറച്ച് പര്യായ പദങ്ങൾ അല്ലെ, നമ്മൾ കുറച്ച് പര്യായ പദങ്ങൾ നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചു. ഇന്ന് നമുക്കും കുറച്ച് പര്യായ പദങ്ങളിലോട്ട് പോവാം. എന്താണ് തിമി? പെട്ടെന്ന് പറഞ്ഞ തിമി. തിമി 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 മത്സ്യം. ഓക്കെ, എഴുതൂ. കപ്പൽ. ഒന്നാമത്തെ ഏതാണ്? കപ്പൽ. പറഞ്ഞേ, നിങ്ങൾക്ക് അറിയാന്നുള്ള പറഞ്ഞ്. ഞാൻ പറഞ്ഞു പര്യായ പദങ്ങൾ വരുമ്പോഴത്തേക്ക് നമുക്ക് ഒരു ലിമിറ്റ് ഉണ്ട്. മിസ് കൊണ്ടുവന്നിരിക്കുന്നതില് ഒരു ലിമിറ്റ് ഉണ്ട്. അതിന് മുകളിലോട്ടുള്ള ആർക്കെങ്കിലും അറിയാമെങ്കിൽ, ഉറപ്പുണ്ടെങ്കിൽ, ഞാൻ ഇപ്പോഴും പറയാണ്, സംശയാസ്പദമായി ഒരു സെന്റൻസ് പോലും ഇവിടെ എഴുതരുതേ കേട്ടോ. ഉറപ്പുണ്ടെങ്കിൽ മാത്രം. അപ്പൊ പറയാം, കപ്പൽ. ഉരു, യാനം, യാനപാത്രം, പോതം, കപ്പൽ. നൗക, വള്ളം വരൂല്ലേ? ഓക്കെ, ഞാൻ നൗക എന്ന് നോക്കട്ടെ. വള്ളവും കേട്ടിട്ടുണ്ട് കേട്ടോ. നൗക. കപ്പലും വള്ളവും രണ്ടാണ്. പിന്നെ അങ്ങ് കേട്ടോ. ഓക്കെ, നൗക എനിക്കൊരു ഡൗട്ടാണ്. ഓക്കെ അഞ്ചി. ഓക്കെ, അപ്പൊ എഴുതിക്കോളൂ. കപ്പൽ, ഉരു, യാനം, യാനപാത്രം, പോതം, കപ്പൽ. ഇങ്ങനെ എന്നെ പഠിച്ചു പോവൂ. ഉരു, യാനം, യാനപാത്രം, പോതം, കപ്പൽ. ഉരു, യാനം, യാനപാത്രം, പോതം, കപ്പൽ. ഉരു, യാനം, യാനപാത്രം, പോതം, കപ്പൽ. ഓക്കെ, അടുത്തത് രക്തം, ബ്ലഡ്. പറഞ്ഞേ. പഠിപ്പിച്ചു. രക്തം ഞാൻ നിങ്ങക്ക് പറഞ്ഞു തന്നോ? ഓക്കെ, ഫസ്റ്റ് ക്ലാസ്സിൽ ഉണ്ടായിരുന്നു. പറഞ്ഞോ ഒന്ന് പറഞ്ഞോ. ഓക്കെ, നിണം, രുധിരം, ശോണിതം, ലോഹിതം. ശോണിതം അല്ല, ശോണിതം. ശാശ. ഓക്കെ, എന്നാ അത് വിട്ടിട്ട് അടുത്തയിലോട്ട് പോവാം നമുക്ക്. മേഘം, മേഘം, മേഘം. രക്തം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. സോറി കേട്ടോ, അത് ഞാൻ വീണ്ടും എഴുതിക്കൊണ്ടുവന്നു. പറഞ്ഞോ, ഇത് പറഞ്ഞോ. മേഘം. വാരിധം. വാരിജം അല്ലേ? ജം അല്ല, ജം താമരയാണ്. ജ വന്നു കഴിഞ്ഞാൽ അത് ജലജം, ജലത്തില, അത് താമര. ഇത് ധം ധം. ഏത് ധ? ദയയുടെ ധ. വാരിധം, അംബുധം. വാരിധം, അംബുധം, അംബുധം, ജീമൂതം, ജീമൂതം, ജീമൂതം. വാരിധം, അംബുധം. ഞാൻ പറഞ്ഞു തീർന്നിട്ട് എഴുതാമേ. വാരിധം, ശ്രീരാജ് എഴുതിക്കൊള്ളണേ, എന്നിട്ട് അത് ഒരുമിച്ച് എഴുതിയിടണേ ഗ്രൂപ്പില്. വാരിധം, അംബുധം, ജീമൂതം, ജലദം, ജലദം, ജലജം അല്ല, ജലദം, നീരദം, നീരഥം. ഏത് ധായാണ് ഇതെല്ലാം? ദയയുടെ ധായാണേ. കൊണ്ടൽ. വാരിധം, അംബുധം, ജീമൂതം, നീരഥം, ജലധം, കൊണ്ടൽ, മേഘം. ഓക്കെ ആണോ? വാരിധം, അംബുധം, ജീമൂതം, നീരഥം, ജലധം, കൊണ്ടൽ, മേഘം. ഉരു, യാനം, യാനപാത്രം, പോതം, കപ്പൽ. ഓക്കെ ഓക്കെ, അടുത്തത് അടുത്തത് മഞ്ഞ്.
ഒന്ന് പറഞ്ഞേ മഞ്ഞ്. മഞ്ഞൊന്ന് പറഞ്ഞേ. മഞ്ഞ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇപ്പോ ഉള്ള മലയാളം പാട്ടുകളല്ല, പഴയ മലയാളം പാട്ടുകള് പാടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് എന്ത് കിട്ടും? ഒരുപാട് പര്യായ പദങ്ങൾ നമുക്ക് കിട്ടും കേട്ടാ. നിങ്ങൾ ഇപ്പൊ ഉള്ളത് കേൾക്കണ്ട, പഴയ പാട്ടുകൾ നിങ്ങൾ പഠിച്ച് ബോറടിച്ചിരിക്കുമ്പോഴത്തേക്ക് നിങ്ങൾ എന്ത് ചെയ്യണം? പഴയ നമ്മൾ OND ഒക്കെ എഴുതിയ സിനിമാ പാട്ടുകളുണ്ട്, നല്ല പാട്ടുകളുണ്ട്. ആ പാട്ടുകൾ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് അർത്ഥങ്ങൾ കിട്ടും. പറഞ്ഞേ. പ്രാലേയം എഴുതിക്കോണേ. പ്രാലേയം, ഹിമം. ഹിമം, തുഷാരം തുഹിനം. തുഷാരം തുഹിനം, നീഹാരം. നീഹാരം. പ്രാലേയം, ഹിമം, തുഷാരം, തുഹിനം, നീഹാരം. നീഹാരം, മഞ്ഞ്. വേറെ ആർക്കെങ്കിലും അറിയാമോ മഞ്ഞ്? പ്രാലേയം, പ്രാലേയം, ഹിമം, മിഹിക. ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. മിഹിക. നോക്ക്, മിഹിക. ഉറപ്പാണോ ജിത്ത്? ജിത്ത് പോയാ? മിഹിക ഉണ്ടോ? ഞാൻ കേട്ടിട്ടില്ല. ഹലോ, ഓഡിബിൾ ആണോ നിങ്ങക്ക്? പോയോ എല്ലാരും? ഹലോ. ജിത്ത് പോയി അതുവഴി. ജിത്തിന് വരട്ടെ, വരുമ്പം ചോദിക്കാം. മിഹിക മിസ് ഇതുവരെ കേട്ടിട്ടില്ല കേട്ടോ. അപ്പൊ നോക്ക്, പ്രാലേയം, ഹിമം, തുഷാരം, തുഹിനം, നീഹാരം, മഞ്ഞ്. നിഹാരം മഞ്ഞാണ് എന്നാ പറഞ്ഞ ഇത് തപ്പാൻ പോയേക്കുവാണ്. നിഹാരം മഞ്ഞാണ്, എന്നാൽ നിഹാരിക, മിഹിക. സംഭവം കൊള്ളാം കേട്ടോ. എന്താണ് നിഹാരിക? നിഹാരിക എന്റെ മോളെ പേരാണ് കേട്ടോ, മഞ്ഞുതുള്ളി. നിഹാരിക, മിഹിക. മഞ്ഞ്. കൊള്ളാം കേട്ടോ. മിഹിക ഞാൻ കേട്ടിട്ടില്ല. മിഹിക ശ്രദ്ധിച്ചോ. മഞ്ഞുതുള്ളി. നിഹാരിക മഞ്ഞുതുള്ളി എന്നാണ് കേട്ടോ. നിഹാരം മഞ്ഞ്, നിഹാരിക മഞ്ഞുതുള്ളി. ഓക്കെ, കിട്ടിയാ നിങ്ങൾക്ക്? പ്രാലേയം, ഹിമം, തുഷാരം, തുഹിനം, നീഹാരം, മിഹിക, മഞ്ഞ്. മിഹികയൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു വെച്ചോ. മിഹിക, മഞ്ഞ്. അടുത്തത് പറഞ്ഞ നിലാവ്. നിലാവ്. ചന്ദ്രിക, ജ്യോത്സ്ന. ഇതൊക്കെ എല്ലാവർക്കും അറിയാം. ചന്ദ്രിക, ജ്യോത്സ്ന, കൗമുദി. കൗമുദി, കൗമുദി, ചന്ദ്രകാന്തം. കേട്ടോ? ചന്ദ്രകാന്തം കൊണ്ട് പാട്ടൊക്കെ കേട്ടിട്ടില്ലേ നിങ്ങള്? ചന്ദ്രിക, ജ്യോത്സ്ന, കൗമുദി, പനിമതി. എഴുതിക്കോളണേ. പനിമതി. പനിമതി. ഇവിടെ ഉറപ്പ് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പനിമതി. ഓക്കെ, സോറി. പനിമതി ചന്ദ്രനാണേ. ഞാൻ നോക്കിക്കോട്ടെ. പനിമതി നിങ്ങൾ ഇവിടെ പറഞ്ഞത്. ഓക്കെ, താങ്ക്സ്. മിസ് ഇത്രേ കൊണ്ടുവന്നിട്ടുള്ളൂ. ചന്ദ്രിക, ജ്യോത്സ്ന, കൗമുദി, ചന്ദ്രകാന്തം. ഇത് ഉറപ്പാണ്. ബാക്കി ഞാൻ പറഞ്ഞു, ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ഇവിടെ പറയാവൂന്ന്. കാരണം നമുക്ക് ഇതിനൊരു അവസാനമല്ല, പിന്നെ കുറെയൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതും കാണും. പനിമതി വാനിൽ ഉദിച്ചുവല്ലോ, അല്ലേ? അങ്ങനെയല്ലേ? പനിമതി, അങ്ങനെ ഒരു പാട്ടില്ലേ? കേട്ടിട്ടില്ലേ? ചന്ദ്രന. സോറി, അതാരാ ഇവിടെ പറഞ്ഞേ? അമല. പനിമതി മുഖി ചന്ദ്രനെ പോലെ. മറ്റേ ഒരു പാട്ടുണ്ടല്ലോ, പനിമതി. കുഴപ്പമില്ല. പനിമതി നമ്മൾ തെറ്റി തന്നെയാണ് പഠിക്കുന്നത്. ഇനി ഇവിടെ ഇത് പോകത്തില്ലല്ലോ.
അപ്പൊ ഒന്നും കൂടെ: ചന്ദ്രിക, ജ്യോത്സ്ന, കൗമുദി, ചന്ദ്രകാന്തം, നിലാവ്. പനി മതി. അടുത്ത ഇനി ഒന്നും കൂടെ ഉണ്ടേ, ഒന്നും കൂടെ ഉണ്ട്. മാൻ. ഒന്ന് പറഞ്ഞേ, മാൻ. മാൻ ഒന്ന് പറഞ്ഞേ. മാൻ. ആ, മാൻ ആദ്യം വന്നത് ഹരിണം, ഏണം, മൃഗം. എങ്ങനെയാണ്? ഹരിണം, ഏണം, മൃഗം. ഹരിണം, ഏണം, മൃഗം. കിട്ടിയില്ലേ? ഓക്കെ അല്ലേ നിങ്ങക്ക്? അപ്പം ഉരു, ഒന്നുകൂടെ സ്പീഡ് പറയാം. ഉരു, യാനം, യാനപാത്രം, പോതം, കപ്പൽ, വാരിതം, അമ്പുതം, ജീമൂതം, ജലദം, നീരദം, കൊണ്ടൽ, മേഘം, പ്രാലേയം, ഹിമം, തുഷാരം, തുഹിനം, നീഹാരം, മിഹിക, മഞ്ഞ്, ചന്ദ്രിക, ജ്യോത്സ്ന, കൗമുദി, ചന്ദ്രകാന്തം, നിലാവ്, ഹരിണം, ഏണം, മൃഗം, മാൻ. ഓക്കെ അല്ലേ? ഹരിണം, ഏണം, മൃഗം, മാൻ. യെസ്. ഇനി നമുക്ക് ഒരു 5 തൂലികാനാമങ്ങൾ പഠിക്കാം. ഓക്കെ, ഒരു 5 തൂലിക. നമുക്ക് അറിയാന്നുള്ളത് തന്നെയാണ്. ആദ്യം നമുക്ക് എല്ലാവർക്കും അറിയാന്നുള്ള എളുപ്പമുള്ളത് നമുക്ക് പഠിക്കാം. ഓക്കെ, അതിലൊന്നാമത്തത് കോവിലൻ. പെട്ടെന്ന് പറഞ്ഞേ. കോവിലൻ എന്ന തൂലിക. എന്താ തൂലിക നാമം എന്ന് അറിയാമോ? ഈ എഴുതുന്ന ആൾക്കാർ വിമർശനങ്ങളും വരും അല്ലേ? അപ്പൊ അവരെ പെട്ടെന്ന് കയറി അറ്റാക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവരെന്ത് ചെയ്യുന്നേ? അവര് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള നാമങ്ങളിലൊക്കെ എഴുതി പിടിപ്പിക്കുന്നത്. അവര് തീ പോലുള്ള വാക്കുകളൊക്കെ എഴുതി വിടും. ഓക്കെ, അങ്ങനെ വരുമ്പോഴത്തേക്ക് ഒക്കെ ഉള്ള ഓരോ പ്രശ്നങ്ങൾ സാധൂകരിക്കാൻ കൂടി വേണ്ടിയിട്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അല്ലാതെ സ്വന്തം പേരിൽ നമ്മൾ ഒരെണ്ണം എഴുതുകയാണ്. ഇപ്പം ഞാനൊരു കഥ എഴുതുകയാണ്, നല്ല ഒരു കഥയാണ്, വളരെ ഫേമസ് ആയിട്ട് എനിക്ക് വരാൻ വേണ്ടിയിട്ട് ഞാൻ വളരെ വർഷങ്ങൾ എടുത്ത് പണിപ്പെട്ട് എഴുതി പൂർത്തീകരിച്ച ഒരു കഥ അല്ലെങ്കിൽ ഒരു നോവല് ഞാൻ എന്റെ പേരിൽ പ്രസിദ്ധീകരിക്കാതെ എനിക്ക് വേറൊരു ഐഡിയ ഒക്കെ ഉണ്ടാക്കി ഞാൻ പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ വല്ല കാര്യമുണ്ടോ? അതിന് പക്ഷെ അതൊരു വിമർശനം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ടിയെയോ ഏതെങ്കിലും ഒരു ദൈവത്തെയോ ഒക്കെ വിമർശിച്ച് ഏതെങ്കിലും ഒരു പുസ്തകത്തെയൊക്കെ വിമർശിച്ചൊക്കെ എഴുതുമ്പോഴത്തേക്ക് ഫേക്ക് ഐഡി വെച്ചിട്ട് എഴുതി അങ്ങനെ വരുന്നതാണ്. പിന്നെ അവരെന്ത് ചെയ്യും? പയ്യെ അത് കണ്ടുപിടിക്കുമ്പോഴത്തേക്ക് അവരെ പേരിൽ അവരെ ആ പേരിലാണ് പിന്നെ അറിയപ്പെടുന്നത്. പിന്നെ അവരെ യഥാർത്ഥ നാമം നമുക്ക് അറിയത്തില്ല. ഓക്കെ, അങ്ങനെ വരുന്നതാണ്. ഓക്കെ, കോവിലൻ. കോവിൽ ആരായിരിക്കുന്നേ? കോവിലില് അയ്യപ്പനാ ദൈവം. അപ്പൊ കേട്ടോളണം. കോവിലൻ, കോവി, കോവി, വി, ബി ബി അയ്യപ്പൻ. ശ്രദ്ധിച്ചോളണം. അവിടെ VIP ആണ്, VIP ആണ്, എല്ലാ PV ഒക്കെ കാണും പരീക്ഷയ്ക്ക്. അവിടെ തെറ്റിപ്പോവരുത്. കോവിലൻ, കോവി, അവിടെ തന്നെ പിടിച്ചോളണം. BB അയ്യപ്പൻ. അടുത്തത് MP അപ്പൻ. ഇങ്ങനെയൊക്കെ മലയാള ഭാഷയെ കുറിച്ചൊക്കെ ആദ്യമായിട്ട് പഠിക്കണവർ കേൾക്കുക. ഇങ്ങനെയൊക്കെ നമ്മളെ പ്രസിദ്ധമായ ഒരുപാട് എഴുത്തുകാരുണ്ട് കേട്ടോ. M പൊന്നപ്പൻ. നിങ്ങൾ അങ്ങോട്ട് പോകാൻ നിങ്ങൾക്ക് ആകെ MD വാസുദേവൻ നായരെയും ബഷീറിനെയും ലളിതാംബിക അന്തർജനത്തെയും ONV കുറുപ്പും ബെന്യാമനും അല്ലാതെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒത്തിരി നല്ല കൃതികൾ എഴുതിയ ഒരുപാട് പേര് നമുക്ക് ചുറ്റുമുണ്ട്. ഇവരെല്ലാരും നമ്മൾ പഠിക്കണമെന്നാണ് PSC നമ്മളോട് പറയുന്നത്. ഓക്കെ, MP അപ്പൻ. ഇവരൊക്കെ നമ്മൾ കൃതികളും നമ്മൾ പഠിക്കും. പോകെ ഇവർ ഏതൊക്കെ മേഖലകളിലാണ് പ്രസിദ്ധം എന്നുള്ളത് നമ്മൾ പഠിക്കും. അപ്പൊ ഞാൻ ചോദിക്കും, ആരാ MP അപ്പൻ? പൊന്നപ്പനാ. MP അപ്പൻ, പൊന്നപ്പൻ. ഓക്കെ, പാറപ്പുറത്ത്. പാറപ്പുറത്ത്, പാറയുടെ പുറത്ത് ആരാണ്? പെട്ടെന്ന് എഴുത്. KE മത്തായി. പഠിച്ചോളാം. പാറപ്പുറത്ത് മത്തായി. എങ്ങനെ? KE മത്തായി. ഓക്കെ, പാറപ്പുറത്ത് കേറി മത്തായി എന്നങ്ങനെ പഠിച്ചു വെച്ചോളണം. എങ്ങനെയാണ്? പാറപ്പുറത്ത് കേറി, അപ്പൊ KE മത്തായി. ഓക്കെ, കോവിലൻ, VV അയ്യപ്പൻ, MP അപ്പൻ, M പൊന്നപ്പൻ, പാറപ്പുറത്ത് KE മത്തായി. ആനന്ദ്.
ആനന്ദ്. ആനന്ദ്. ആ പി സച്ചിദാനന്ദൻ. പി. അപ്പൊ ഞാൻ ചോദിക്കും പി വേറൊരാളും കൂടെ ഉണ്ട്, കെ സച്ചിദാനന്ദനും ഉണ്ട് കേട്ടോ. നമുക്ക് രണ്ടുപേരുണ്ട്, കെ സച്ചിദാനന്ദനും ഉണ്ട്, പി സച്ചിദാനന്ദനും ഉണ്ട്. അപ്പൊ നിങ്ങൾ എങ്ങനെ പഠിക്കണം? ആനന്ദ് എന്നറിയപ്പെടുന്നത് പി സച്ചിദാനന്ദനാണ്. ആനന്ദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാപ്പി ആണ്, അതിൽ പി പിടിച്ചാൽ മതി. ഓക്കെ, ഹാപ്പി. എം പി ആണോ എം പി ആണോ? എം പി 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 പി. എം പി അപ്പൻ, എം പൊന്നപ്പൻ. ഓക്കെ, ആനന്ദ് എങ്ങനെ നമ്മൾ പഠിക്കും? ആനന്ദ് എന്ന് പറഞ്ഞാൽ ഹാപ്പിയാണ്. ആനന്ദ് പി സച്ചിദാനന്ദൻ. ഹാപ്പിയുടെ പി എടുത്തോളണം കേട്ടോ, പി സച്ചിദാനന്ദൻ. അടുത്തത് സിനിക്. സിനിക് സിനിക് സിനിക്. ആ എം വാസുദേവൻ നായർ. ആകെ മലയാളത്തിൽ കേട്ടിട്ടുള്ളത് നമ്മളെ എം ടി വാസുദേവൻ നായരെയാണ്. എം ടി വാസുദേവൻ നായർ അല്ല, ഇത് വെറും എം വാസുദേവൻ നായർ. എം വാസുദേവൻ നായർ. ഓക്കെ, അത് എം ടിക്കും ഉണ്ട്. ആർക്കെങ്കിലും അറിയാമോ എം ടി വാസുദേവൻ നായർ? നമ്മൾ എപ്പോഴും കേൾക്കുന്ന എം ടി വാസുദേവൻ നായരുടെ തൂലികാനാമം. അയാൾ വേറൊരു പേരിൽ അറിയപ്പെടും. കേട്ടിട്ടുണ്ടോ നിങ്ങള്? പെട്ടെന്നേ ഒരു കോഡ് ഒരു കൃതിയും കൂടെ നമുക്ക് പഠിക്കാനുണ്ട്. അതും കൂടെ പറഞ്ഞാലേ ഇന്നത്തെ ക്ലാസ് കംപ്ലീറ്റ് ആവുള്ളൂ. നോക്ക്, വിലാസിനി ഒന്നും അല്ല. ഇപ്പൊ നോക്കൂ ശ്രീരാജെ, എം കെ മേനോനാണ് വിലാസിനി. മിടുക്കി, സരള. എം ടി വാസുദേവൻ നായർ സരളയാണ് കേട്ടോ, സരള. ഓക്കെ, ഇവിടെ വെറും സിനിക്ക് എം വാസുദേവൻ നായരാണ്. സരള വിടൂ, അത് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് എം ടി വാസുദേവൻ നായരെ പേര് വന്നുകൊണ്ട് കൺഫ്യൂഷൻ വരാതിരിക്കാൻ പറഞ്ഞതാണ്. കോവിലൻ വി അയ്യപ്പൻ, എം പി അപ്പൻ എം പൊന്നപ്പൻ, പാറപ്പുറത്ത് കെ ഇ മത്തായി, ആനന്ദ് പി സച്ചിദാനന്ദൻ, സിനിക് എം വാസുദേവൻ നായർ. ഓക്കെ ആണോ? ഈ പര്യായ പദങ്ങളും ഈ തൂലികാനാമങ്ങളും നിങ്ങൾക്ക് ഓക്കെ ആണോ? യെസ്. കഴിഞ്ഞ ക്ലാസ്സില് കാരൂർ നീലകണ്ഠൻ അല്ലെ, അയാളുടെ കൃതികളെല്ലാം നിങ്ങൾക്ക്, ആ കഥയെല്ലാം ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ആ കഥ നിങ്ങൾ വീണ്ടും ആലോചിച്ച് നോക്കിയോ? യെസ്. ഞാൻ ഇന്ന് ഈ രാത്രി നിങ്ങളെ പേടിപ്പിക്കുന്ന ഒരു കഥ പറഞ്ഞു തരാം കേട്ടോ. നമുക്ക് ഞാൻ പറയുന്ന കഥ ആദ്യം പെട്ടെന്ന് ശ്രദ്ധിച്ച് കേൾക്കാം. കഥ നടക്കുന്നത് ഭാർഗവീ നിലയത്തിലാണ്. ഓക്കെ, കഥ നടക്കുന്നത് ഭാർഗവീ നിലയം അല്ലെ, യക്ഷി അങ്ങനെയൊന്നും വിചാരിക്കണ്ട. ഞാൻ ഈ ഒരൊറ്റ പേര് പറഞ്ഞപ്പോഴത്തേക്ക് ആളെ പേര് പറയരുത് ഇവിടെ. ആളെ പേരേ പറയണ്ട, ഞാൻ പറഞ്ഞില്ല. ആളെ പേരേ പറയണ്ട. ഞാൻ ഈ ഒരൊറ്റ പേര് പറഞ്ഞപ്പം ആളെ മനസ്സിലായ ആരെങ്കിലും ഉണ്ടെങ്കിൽ എസ് എന്ന് മാത്രം ഇട്ടാ മതി. യെസ്. ഓക്കെ, ഒരു 5-6 പേരെങ്കിലും ഉണ്ട്. ഓ, എല്ലാവർക്കും ഉണ്ട്. അപ്പൊ ഓക്കെ, ഇതിൽ നിങ്ങൾക്ക് ഉപയോഗപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അവസാനം ഒരു ക്ലാപ്പ് തരണം. മിസ്സിന്റെ ഭാവനയിൽ തീർത്ത ഒരു കഥ. ഓക്കെ, ഒരു പ്രണയ കഥ. നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള അല്ലേ, ഒരു മനുഷ്യന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു വികാരം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. അത് ഒരു മനുഷ്യനോടാവാം, ഒരു വസ്തുവിനോടാവാം അല്ലെ, എന്തിനോട് വേണമെങ്കിലും നമുക്ക് എന്ത് തോന്നാം? പ്രണയം തോന്നാം. അപ്പം നോക്ക്, നമ്മുടെ കഥാനായകന്റെ പേരുമെല്ലാം ഞാൻ ഇതിൽ പറഞ്ഞുതരാം. ഓക്കെ, ഭാർഗവീ നിലയത്തിലെ മിസ്സിസ് ജി പിയുടെ സ്വർണപ്പല്ലുകളും, കഥ വെറുതെ നിങ്ങൾ കേൾക്കാം. ഭാർഗവീ നിലയത്തിലെ മിസ്സിസ് ജി പിയുടെ സ്വർണപ്പല്ലുകളും വിശ്വവിഖ്യാതമായ മൂക്കും കണ്ട സ്ഥലത്തെ പ്രധാന ദിവ്യന്റെ മകളും ബാല്യകാല സഖിയുമായ പാത്തുമ്മയുടെ ഉള്ളിൽ അനുരാഗത്തിന്റെ ദിനങ്ങൾ
പ്രോംപാറ്റ പോലെ പൂവിട്ട് പറന്നു. ഭൂമിയുടെ അവകാശം എന്ന പോലെ മതിലിനപ്പുറത്ത് നിന്ന് പ്രേമലേഖനവും പൊൻകുരിശും കൊടുത്തവൾ അവളുടെ ശബ്ദങ്ങൾ ഉയർത്തി. എന്താണ് കൃതിയൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി. ഇതിൽ നിങ്ങൾ കേട്ടിട്ടില്ലാത്ത ഒന്ന് രണ്ട് കൃതികളെങ്കിലും ഉണ്ടെങ്കിൽ അവിടെയാണ് നമ്മുടെ വിജയം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഞാൻ കഥ പയ്യെ പറയാം. ഓക്കെ, കഥ ശ്രദ്ധിച്ച് കേൾക്കാം. ഭാർഗവീ നിലയത്തിലെ മിസിസ് GPയുടെ സ്വർണ്ണപ്പല്ലുകളും ഇനി മതി, ക്ലാപ്പൊക്കെ മതി, ഇനി കഥ കേൾക്കുക. ഇപ്പൊ ഇവിടെ വെച്ച് കഥ പഠിക്കണം. ആർക്ക് ആരോട് പ്രണയം തോന്നി, അതെങ്ങനെ വെളിപ്പെടുത്തി എന്നാണ് സംഭവം. ഭാർഗവീ നിലയത്തിലെ മിസിസ് GPയുടെ സ്വർണ്ണപ്പല്ലുകളും, ഓക്കെ, ആ സ്വർണ്ണപ്പല്ലുകളും ആരുടെയാണ്? നമ്മുടെ GP, മിസിസ് GPയുടെ സ്വർണ്ണപ്പല്ലുകളും വിശ്വവിഖ്യാതമായ മൂക്കും കണ്ട സ്ഥലത്തെ പ്രധാന ദിവ്യന്റെ മകളും ബാല്യകാല സഖിയുമായ പാത്തുമ്മയുടെ ഉള്ളിൽ അനുരാഗത്തിന്റെ ദിനങ്ങൾ പ്രോംപാറ്റ പോലെ പൂവിട്ട് പറന്നു. ഭൂമിയുടെ അവകാശം എന്ന പോലെ മതിലിനപ്പുറത്ത് നിന്ന് പ്രേമലേഖനവും പൊൻകുരിശും കൊടുത്തവൾ അവളുടെ ശബ്ദങ്ങൾ ഉയർത്തി. ഓക്കെ, ഭാർഗവീ നിലയത്തിലെ മിസിസ് GPയുടെ സ്വർണ്ണപ്പല്ലുകളും വിശ്വവിഖ്യാതമായ മൂക്കും കണ്ട സ്ഥലത്തെ പ്രധാന ദിവ്യന്റെ മകളും ബാല്യകാല സഖിയുമായ പാത്തുമ്മയുടെ ഉള്ളിൽ അനുരാഗത്തിന്റെ ദിനങ്ങൾ പ്രോംപാറ്റ പോലെ പൂവിട്ട് പറന്നു. ഭൂമിയുടെ അവകാശം എന്ന പോലെ, അല്ലെ, നമുക്ക് ഈ ഭൂമിയിൽ എല്ലാവർക്കും അവകാശമുണ്ട് അവരവരുടെ ഇഷ്ടങ്ങള് ഉറക്കെ വിളിച്ച് പറയാൻ വേണ്ടിയിട്ട്. മതിലിനപ്പുറത്ത് നിന്ന് പ്രേമലേഖനവും പൊൻകുരിശും കൊടുത്തവൾ അവളുടെ ശബ്ദങ്ങൾ ഉയർത്തി. വൈക്കം മുഹമ്മദ് ബഷീർ, ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന വൈക്കം മുഹമ്മദ് ബഷീറിന്റെ വളരെ കുറച്ച് കൃതികൾ എന്റേതായിട്ടുള്ള രചനയില് ഞാൻ കൊണ്ടുവന്നതാണിത്. അദ്ദേഹം ഇത്ര കൃതികളല്ല എഴുതിയിരിക്കുന്നത്, ഇതിനപ്പുറം നമുക്ക് കൂട്ടിച്ചേർക്കാൻ പറ്റാത്ത അത്രയും കൃതികളുണ്ട്. എന്നാൽ കൂടിയും പാഠപുസ്തകത്തിലൂടെ ഒന്ന് കണ്ണോടിക്കുമ്പോ നമുക്ക് അത്യാവശ്യം വേണ്ട കുറച്ച് പുസ്തകങ്ങൾ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഓക്കെ, ഒന്നാമത്തെ പുസ്തകം ഭാർഗവീ നിലയം. ഒന്നാമത്തത് ഭാർഗവീ നിലയം, മിസിസ് GPയുടെ സ്വർണ്ണപ്പല്ലുകൾ, വിശ്വവിഖ്യാതമായ മൂക്ക്, സ്ഥലത്തെ പ്രധാന ദിവ്യൻ, ബാല്യകാല സഖി, പാത്തുമ്മയുടെ ആട്, അനുരാഗത്തിന്റെ ദിനങ്ങൾ, പ്രോംപാറ്റ, ഭൂമിയുടെ അവകാശികൾ, മതിലുകൾ, പ്രേമലേഖനം, ആനവാലും പൊൻകുരിശും, ശബ്ദങ്ങൾ. ഓക്കെ, ഭാർഗവീ നിലയം, മിസിസ് GPയുടെ സ്വർണ്ണപ്പല്ലുകൾ, വിശ്വവിഖ്യാതമായ മൂക്ക്, സ്ഥലത്തെ പ്രധാന ദിവ്യൻ, ബാല്യകാല സഖി, പാത്തുമ്മയുടെ ആട്, അനുരാഗത്തിന്റെ ദിനങ്ങൾ, പ്രോംപാറ്റ അല്ലെങ്കിൽ പ്രേംപാറ്റ, അങ്ങനെ പറഞ്ഞാലും മതി, പ്രേംപാറ്റ, ഭൂമിയുടെ അവകാശികൾ, മതിലുകൾ, പ്രേമലേഖനം, ആനവാലും പൊൻകുരിശും, ശബ്ദങ്ങൾ. പത്ത് 14 കൃതികൾ ഉൾപ്പെടുത്തി ഞാൻ നിങ്ങൾക്ക് ചെറിയൊരു കോഡ് ഇവിടെ ആക്കി തന്നിട്ടുണ്ട്. കോഡൊന്നും പഠിക്കണ്ട, പക്ഷെ ബഷീറിന്റെ കൃതികൾ നിങ്ങൾ എങ്ങനെയാണെങ്കിലും പഠിച്ചേ പറ്റുള്ളൂ.
ചിലർക്ക് ഇങ്ങനെയുള്ള ഈ സംഭവങ്ങളൊന്നും ചിലപ്പോൾ കിട്ടണമെന്നില്ല. അതൊന്നും വേണ്ട, അതൊന്നും വളരെ ഇമ്പോർട്ടന്റ് അല്ല. പക്ഷേ ബഷീറിന്റെ ഇത്രയും കൃതികൾ നിങ്ങൾ ഇത് പഠിച്ചിരിക്കണം. പോകെ നമ്മള് കാരൂരിന്റെയും ബഷീറിന്റെയും ഒക്കെ ഒരുവിധമുള്ള എല്ലാ കൃതികളും നമ്മൾ പഠിക്കും. അത്യാവശ്യം നമ്മൾ വൊക്കാബുലറി പഠിച്ചാൽ തീരില്ല എന്ന് നമുക്കറിയാവുന്ന വൊക്കാബുലറിയുടെ 90% നമ്മൾ പഠിക്കും. ഓക്കെ, ബാക്കി 10% നമുക്ക് വിടാം. പക്ഷേ ഈ 90% നമ്മൾ അത്രയും നമ്മൾ അത്രയും ഹാർഡ് വർക്ക് എടുക്കുമ്പോൾ പിന്നെ ദൈവം എന്താ വിചാരിക്കുക, ഇത്രയും ഹാർഡ് വർക്ക് എടുത്ത കുട്ടികൾക്ക് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ആർക്ക് കൊടുക്കും? 10ന് 10 മാർക്ക് നമുക്ക് മലയാളം കിട്ടും. ഓക്കെ, അറിയാലോ എന്ത് പഠിക്കണമെന്നാണ്, എന്തൊക്കെ പഠിച്ചാലാണ് നിങ്ങൾ മുന്നോട്ട് വരിക എന്ന് നിങ്ങൾക്ക് അത്യാവശ്യം വേണ്ട ഒരു സംഭവം കിട്ടിയിട്ടുണ്ടാവും അല്ലേ? എന്താണ് പഠിക്കുന്നത്? ദയവ് ചെയ്ത് അങ്ങനെ ഇല്ലാത്തവർ എപ്പോഴും നിങ്ങൾ എന്താണ് പഠിക്കേണ്ടത്, എന്തൊക്കെയാണ് വേണ്ടത് എന്ന് അറിഞ്ഞു തന്നെ പഠിക്കണം. വാരി വലിച്ച് പഠിച്ച് നമുക്ക് ഷോർട്ട് ലിസ്റ്റിൽ പോലും കയറാൻ പറ്റാത്ത അവസ്ഥയായിപ്പോ. ഓക്കെ, എങ്ങനെ ഏത് രീതിയിൽ പഠിക്കണം എന്നറിഞ്ഞു തന്നെ പഠിച്ചാൽ മാത്രമേ നമുക്ക് ഈ കോമ്പറ്റീഷൻ മറികടന്ന് രക്ഷപ്പെടാൻ പറ്റൂ. എല്ലാവർക്കും കിട്ടട്ടെ. എല്ലാവരും എത്രയും വേഗം ഒരു ജോലി എന്ന് പറയുന്ന നമ്മൾ സ്വപ്നമാണല്ലേ, അതിനു വേണ്ടിയിട്ടല്ലേ നിങ്ങൾ ഈ സമയം മാറ്റി വെച്ചേക്കുന്നേ. അതിൽ പെട്ടെന്ന് എത്തിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. 1 മണിക്കൂർ പോരാ, നമുക്ക് കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് നമുക്ക് ക്ലാസ് കുറച്ചുകൂടെ നീട്ടാം കേട്ടോ. തുടക്കം ആയതുകൊണ്ടാണ് പിന്നെ ചിലർക്ക് പെട്ടെന്ന് ഒരുപാട് ഞാൻ കൊണ്ടുവരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അത് മനസ്സിലാകുന്നില്ല എന്ന് ആദ്യം പറഞ്ഞത് കൊണ്ടാണ് ഒന്ന് കുറച്ചത്. ഇല്ലെങ്കിൽ ഞാൻ വൊക്കാബുലറി കുറച്ചും കൂടെ ഉണ്ട്, കുറച്ച് ശൈലികളും ഒറ്റപ്പദങ്ങളൊക്കെ നമുക്ക് ആഡ് ചെയ്ത് പോവായിരുന്നു. പയ്യെ മതി, നമുക്ക് പയ്യെ തിന്നു തുടങ്ങാം. പക്ഷെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ വാരി വലിച്ച് തിന്നാൻ തുടങ്ങും. അപ്പൊ നിങ്ങൾ ആ തിന്നുന്നതെല്ലാം ദഹിക്കുന്ന രീതിയിൽ എത്തേം വേണം. ഓക്കെ ആണോ ക്ലാസ്? സ്പീഡും ഒന്നും കൂടി പോയില്ലല്ലോ? എന്താ മടി? മിസ് മലയാളം മാത്രമല്ല, മിസ് പഠിച്ചത് ഫിസിക്സ് ആണ് കേട്ടോ. PG ആണ്, MSc ഫിസിക്സ് ആണ്. സയൻസ് നിങ്ങൾക്ക് പഠിപ്പിക്കാൻ ആളുണ്ടല്ലോ. എല്ലാ വിഷയത്തിനും നമുക്ക് ഇവിടെ നല്ല ടീച്ചേഴ്സ് ഇല്ലേ? ഇവിടെ പഠിപ്പിക്കുന്നത് മലയാളം. മലയാളം ഓക്കെ അല്ലേ? സംതൃപ്തി ഇല്ലേ നിങ്ങക്ക്? അതെ, സെറ്റ്. താങ്ക് യു. എല്ലാ വിഷയവും ഇതുപോലെ നിങ്ങൾക്ക് ഓക്കെ ആവുന്ന രീതിയിൽ തന്നെയാണ് ഇവിടെ സാറ് ക്ലാസ് ഇട്ടിരിക്കുന്നത്. മലയാളം മാത്രമല്ല, എല്ലാ വിഷയവും. ഓക്കെ, അപ്പൊ എല്ലാരും നന്നായിട്ട് പഠിക്കുക. ബൈ, ഗുഡ് നൈറ്റ്.